കാർത്തുമ്പിക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇയാൾ അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. തെറ്റാണ്. ഇത് നിങ്ങൾ പറയുന്നത് എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കുന്നതിന് വേണ്ടി കാർത്തുമ്പി വളച്ചൊടിക്കുന്ന ഒരു കഥയാണിത്. ഞാൻ അങ്ങനെ മോശമായ രീതിയിൽ ശബ്ദം പുറപ്പെടുവിച്ചിട്ടില്ല. ഞാൻ കേട്ടതാണ് കാളവണ്ടിയിൽ പോകുന്ന സമയത്ത് ഇയാൾ അശ്ലീലകരമായ ശബ്ദങ്ങൾ എനിക്ക് നേരെ പുറപ്പെടുവിച്ചു. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ കാളവണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ആ കാളവണ്ടി ഓടിക്കുമ്പോൾ കാളയെ നയിക്കുന്നതിന് വേണ്ടി എന്റെ വായിന്ന് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു എന്നുള്ളത് സത്യമാണ്. എങ്ങനെയാണോ കാണിച്ചു തരാം. കാളയെ ഓടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ശബ്ദമാണ് അവർ ഞാൻ അശ്ലീല ചുവയോട് സംസാരിച്ചു എന്ന് വ്യാഖ്യാനിച്ചെടുത്തത്. അപ്പോൾ മാണിക്കൻ നിങ്ങളെ നേരെ അശ്ലീല ചുവ കാണിച്ചിട്ടില്ല, അദ്ദേഹം കാളയെ തെളിച്ചതാണെന്ന് വ്യക്തമായിരിക്കുന്നു. അടുത്തതായി നമുക്ക് അമ്മാവനിലേക്ക് പോകാം. മിസ്റ്റർ അമ്മാവൻ, ഇന്നലെ നാടകം പൊളിഞ്ഞ് കാട്ടിലൂടെ ഓടുമ്പോൾ നിങ്ങൾ ഈ കുട്ടിക്ക് എന്താണ് കുടിക്കാൻ കൊടുത്തത്? അത് പച്ചവെള്ളം ചോദിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത നരാധമനാണ് ഈ അമ്മാവൻ. അവസാനം ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഈ കുട്ടി മരച്ചുകൂട്ടിൽ കഴിച്ചുകൂട്ടി. മരച്ചുകൂട്ട് കഴിച്ചുകൂട്ടാനോ? മരിച്ചുവിള് കഴിച്ചു കൂട്ടാൻ ഇവളെന്താ വെഞ്ചതലാണോ? അതല്ല, നമുക്ക് കുടിക്കാനായിട്ട് ചൂടുവെള്ളം ചോദിച്ചപ്പോൾ തിളച്ച ചൂടുവെള്ളം തലവഴിയെ ഒഴിച്ചു കൊടുത്ത നരാധമനാണ് ഈ നിൽക്കുന്ന അമ്മാവൻ.